സ്നേഹിച്ചു പോയ വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടപ്പ് കണ്ടപ്പ കണ്ണിച്ചോരയില്ലാത്ത. പാലക്കാട്ടെ അകത്തേതറ നടക്കാവ് മേൽപ്പാല നിർമ്മാണം തറക്കല്ലിട്ടിട്ട് 9 വർഷം, ഇപ്പോഴും കിടക്കണ കിടപ്പാണിത്. ജില്ലകളൊക്കെ ആണെങ്കിൽ പാല എപ്പോഴും വന്നിട്ടുണ്ടാവും. പാലക്കാട് മലമ്പുഴ മണ്ഡലം പാവങ്ങളുടെ മണ്ഡലം, അവർ പറ്റിക്കാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും സാധിക്കും. അതിന്റെ ഉദാഹരണമാണ് ഈ മേൽപ്പാലം. റെയിൽവേയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട കാലതാമസം വരുന്നതുകൊണ്ട് റെയിൽവേ ലൈനിന് മുകളിലൂടെയുള്ള പാലം പണിയാണ് സാധാരണ മേൽപ്പാലങ്ങളിൽ വൈകാറുള്ളത്. പക്ഷെ ഇവിടെ അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ആ പാലത്തിന് താഴെ കൂടിയാണ് ഈ ട്രെയിനുകൾ പോകുന്നത്. പൂർത്തിയാക്കാനുള്ളത് റോഡിൽ നിന്നും ഈ റെയിൽവേ മേൽപ്പാലത്തിലേക്ക് യോജിപ്പിക്കാനുള്ള പാലത്തിന്റെ ഭാഗമാണ്. റെയിൽവേ ലൈനിന്റെ 2 ഭാഗത്തും ഇതാണ് സ്ഥിതി. ഇങ്ങനെ യോജിപ്പിക്കാതെ നിർത്തിയിരിക്കുകയാണ്. റെയിൽവേയുടെ പണി 90% പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ചെയ്യാനുള്ളത് സംസ്ഥാന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. ഇത് പാവല് സാറേ, ഇതൊന്നും നടക്കില്ല. ഇത് ഞങ്ങൾ നല്ല ബോധ്യമുണ്ട്. ഇനി 2 വർഷം കഴിയും പണി കഴിഞ്ഞു. വെറുതെ പറയും അടുത്ത മാസം പറയും ലോട്ടറിക്ക് മതി, നടക്കില്ല. 2017 ഒക്ടോബർ 7-നാണ് റെയിൽവേ നടക്കാവ് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് തറക്കല്ലിടുന്നത്. 2021 ജനുവരി 23-ന് നിർമ്മാണ ഉദ്ഘാടനം നടന്നു. 1 വർഷത്തിനകം പാലം പണി പൂർത്തിയാക്കുമെന്നായിരുന്നു ഉറപ്പ്. 2021 ഒക്ടോബർ 20 മുതൽ ഇതുവഴിയുള്ള ബസ് ഗതാഗതം അടക്കം പൂർണ്ണമായും നിരോധിച്ചു. ആ നിരോധനം ഇപ്പോഴും തുടരുന്നു. പാലം നിർമ്മാണം മാത്രം അനന്തമായി നീളുകയാണ്. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെട്ടു. പരാതിയെ തുടർന്ന് 2025 ഡിസംബറിൽ പാലം നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. അത് പാലിക്കപ്പെട്ടില്ല. തുടർന്ന് 2026 ഫെബ്രുവരിയിൽ പ്രവൃത്തി പൂർത്തിയാക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. അതും പാലിക്കാനായില്ല. അല്ല, കളക്ടർ വന്ന് വാഗ്ദാനം തന്നല്ലോ, ഉടനെ പാലം ഓപ്പൺ ആക്കണം എന്നൊക്കെ പറഞ്ഞു. മറ്റേ വർക്കേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അന്ന് ജാസ്തി ആളില്ല. 4 പേര് 5 പേരാണ് ഇത്രയും വലിയ പാലത്തിന് പണിയെടുക്കുന്നത്. അവര് പറയും പൈസ ഇല്ലാതെ അവര് പരാതി. കളക്ടറിനെ കരുവാക്കുക രാഷ്ട്രീയക്കാര്. MLA വന്നു, കളക്ടർ വന്നു, ഒരു നടപടി നടക്കില്ല, വന്നിട്ടില്ല. വെറുതെ വാഗ്ദാനം തരിക, മിണ്ടാണ്ട് പോവുക. കളക്ടറും കൂടി അവര് പറഞ്ഞു കേൾക്കണേ, ജനങ്ങൾ പറഞ്ഞു കേൾക്കണില്ലേ, പാർട്ടിക്കാർ പറഞ്ഞു കേട്ടെ. ഈ ഇടയ്ക്ക് വന്നപ്പോ അയാൾ ഒരു ഭാഗം പിടിച്ച് മാറ്റായിരുന്നെ. അത് ചെയ്യുന്നത് ശരിയല്ല. സർവീസ് റോഡ് നിർമ്മാണവും പൂർത്തിയാക്കാനുണ്ട്.